ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പച്ച മാങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കി നോക്കാം. നല്ല എരിവും മധുരവും പുളിയൊക്കെ ആയിട്ട് ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മധുര മാങ്ങ കറി തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് കടലപ്പരിപ്പാണ്. 2 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലി ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ. 1 ടീസ്പൂണൊക്കെ മതിയാവും, അതിൽ കൂടുതൽ വേണ്ട. കറുത്ത എള്ള എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. രണ്ടും 1/2 ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഓയിലിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ കളറ് മാറി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കായം ചേർത്ത് കഴിഞ്ഞാൽ കായം കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആവശ്യമെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങ വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നല്ല പച്ച മാങ്ങയാണ്, മറ്റേത് ഇളം പഴുത്ത മാങ്ങയാണ്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല, പച്ച മാങ്ങ തന്നെ കിട്ടുമെങ്കിൽ എടുത്തോളൂ. അപ്പോൾ 2 മാങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ മാങ്ങ ഒന്ന് മുങ്ങി നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. മാത്രമല്ല മാങ്ങ വെന്ത് വന്നിട്ടുമുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം നമുക്കിതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കാം. ഹൈ ഫ്ലെയിമിലാണുള്ളത്. ഇപ്പം വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ആയിരിക്കണം. മാങ്ങ മൊത്തത്തിൽ ഉടഞ്ഞിട്ട് കുഴമ്പ് പരുവത്തിലൊന്നും ആവാതെ ഇതുപോലെ ഇരുന്നാൽ മതിയാവും. അതാകുമ്പോൾ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പും വറ്റൽമുളകൊക്കെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു വെള്ളം ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ മെൽട്ടായിട്ട് വരട്ടെ. നമുക്കിനി 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അങ്ങനെ മധുര മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മധുരവും ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. പിന്നെ ഈ കറി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലേ, അപ്പോൾ പച്ച മാങ്ങ കിട്ടിയാൽ ഇത് ട്രൈ ചെയ്യാതെ പോവരുത്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്